മസാല മുട്ട ബജി നോമ്പായി കഴിഞ്ഞാൽ എന്റെ പെങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കിഡ്ലൻ സ്നാക്കാണിത്. അപ്പൊ ഇതിന്റെ റെസിപ്പി നോക്കിയാലോ. ആദ്യം തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മുട്ട എടുത്തിട്ട് അത് ബോയിൽ ചെയ്യാൻ വെക്കാം. ശേഷം ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സബോളയും ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് സോട്ടേ ചെയ്യാം. ഇനി ഇതിലോട്ട് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കുക. എനിക്ക് സ്പ്രിംഗ് ഒനിയൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മസാല പൊടികളും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഇൻഗ്രീഡിയൻസും മെഷർമെന്റ്സും ഞാൻ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള എഗ് എടുത്ത് 2 കഷ്ണമാക്കിയിട്ട് അതിന്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യുക. ഈ ഒരു ഫോർക്ക് യൂസ് ചെയ്ത് എഗ് യോക്ക് ഇതുപോലെ ഉടച്ചു കൊടുക്കുക. ശേഷം ഉണ്ടാക്കി വെച്ച മസാലയിലോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് സോട്ടേ ചെയ്തെടുക്കാം. എഗ് യോക്കും മസാലയും നല്ലപോലെ മിക്സ് ആയി കഴിഞ്ഞാൽ ചോപ്പ് ചെയ്തിട്ടുള്ള കൊറിയൻഡർ ലീവ്സും കറി ലീവ്സും കൂടി ഇട്ട് കൊടുത്താൽ നമ്മളെ മസാല റെഡി. ഇനി കാര്യങ്ങൾ സിമ്പിൾ ആണ്. എഗ് യോക്ക് മാറ്റിയിട്ടുള്ള എഗ് വൈറ്റിലോട്ട് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാറ്ററിൽ മുക്കി ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മസാല മുട്ട ബജി ഇവിടെ റെഡി. ഇതിൽ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് അറിയോ, ബാക്കി വന്ന എഗ് യോക്ക് മസാല ഇതുപോലെ ബോൾസ് ആക്കി കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തിട്ട് കഴിക്കണം. അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. സോ എല്ലാവരും ട്രൈ നോക്കുക ആൻഡ് ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക്. അപ്പൊ ശരി.